നമ്മൾ ഇന്നുള്ള വെക്കേഷനായിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചുമയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വെക്കേഷൻ പോകുന്ന സംശയമുണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ ഒരു കല്യാണത്തിന് കൂടാൻ വെക്കുന്നത്. അത് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കലേ വീട്ടിൽ. അപ്പൊ വിചാരിച്ചു തട്ടേക്കാട് പോകണം. ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ് തട്ടേക്കാട്. എല്ലാ വെക്കേഷനും പോകുന്ന ഒരു സംഭവം കൂടിയാണ് തട്ടേക്കാട്. സോ ഞങ്ങൾ വിചാരിച്ചു തട്ടേക്കാടിന് പോകാം. ഇത് എന്റെ വീട്ടില് നാലെങ്കിൽ എന്റെ ചേട്ടൻ നമ്മൾ എത്ര വീടുണ്ട്. അപ്പൊ നമുക്ക് നേരെ തട്ടേക്കാട് ചോദിച്ചൊരു വീഡിയോ പിടിക്കാം. ഓക്കേ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമ്മളങ്ങനെ തട്ടേക്കാട് പക്ഷി സംഗീതത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതിന് തൊട്ട് ഓപ്പോസിറ്റാണ് ഒരു അമ്പലമാണ് കേട്ടോ. അത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പാമ്പൊക്കെ വരാറുള്ള ഒരു അമ്പലമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തട്ടേക്കാട് വന്നിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവിടെ 2-3 കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് തട്ടേക്കാട്. ഇവിടെ വീഡിയോ അലൗഡ് ആണെന്ന് എനിക്കറിയില്ല. അലൗഡ് ആണെങ്കിൽ നമുക്ക് പറ്റുന്ന വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഇവിടെ ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് എക്സ്പ്ലോർ. ഒക്കെ ആണെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഹാറ്റ്സും അതുപോലെ തന്നെ ടീഷർട്ട്സൊക്കെ ഇങ്ങനെ അവർ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ പക്ഷീൻ്റെ ഒക്കെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേസ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിപ്പെടുന്നില്ല, എവിടെയെങ്കിലും എത്തിപ്പെടും എന്ന് വിശ്വസിക്കുന്നു. കേസ് ഇത് കമ്പി വെച്ചുണ്ടാക്കി വെച്ചേക്കണേ കണ്ടോ. അത് നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുണ്ട്. ഗോപുരം അത് കഴിഞ്ഞ് നമ്മളൊരു ബട്ടർഫ്ലൈ പാർക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഇങ്ങനത്തെ ടൈപ്പ് ബട്ടർഫ്ലൈസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം. പക്ഷെ നമ്മൾ കയറി ചെന്നപ്പോൾ തൊട്ട് അവിടെ എനിക്ക് ഒരു ബട്ടർഫ്ലൈനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു 2-3 അതിൽ കൂടെ പാറി നടപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ എന്തോ പൂക്കളൊക്കെ പിടിപ്പിച്ച് വെച്ചൊരു ഗാർഡൻ എന്ന് വേണ്ടി പേരിടായിരുന്നു അവർക്ക്. പിന്നെ നമുക്ക് കുറേ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വഴികളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോയാൽ നമ്മൾ നേരെ റോട്ടിലേക്കാണ് ചെല്ലുള്ളൂ ഗൈസ്. അവിടെ കുറേ നേരം തെണ്ടിത്തിരി നടന്നു. എൻ്റെ മോനെ ഗൈസ്, മല ഇത് കൊള്ളാല്ലേ, നല്ല സീനറി. ആക്ച്വലി ഞങ്ങളുടെ പൈസ പോയി തോന്നുന്നു. കാരണം ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ആദ്യമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. ഇവിടെ ഒരു സാധനമില്ല. മറ്റേ പൂമ്പാറ്റയുടെ അങ്ങോട്ട് പോയപ്പോൾ പൂമ്പാറ്റയും വിട്ടൊരു 2-3 പൂമ്പാറ്റ. പക്ഷി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷിയില്ല. പൈസ പോയി തോന്നുന്നു. നോക്കാം ഗൈസ്. പിന്നെ ഗൈസ് അവിടെ തന്നെ താഴെ ബോട്ടിങ്ങിന് ഇത് സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചുമച്ച് മുക്കുന്ന കൊളിച്ച് ഭയങ്കര സീനായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ എന്തോ ചെടികളൊക്കെ പല ടൈപ്പുള്ള പൂക്കളൊക്കെ ഉള്ള ഒരു ഗാർഡൻ ഏരിയ ആണ്. അതൊക്കെ കണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ സൈഡിലേക്ക് പോയി. ബോട്ടിങ് ചെയ്യാനല്ല എങ്കിലും ബോട്ടിങ്ങിൻ്റെ സൈഡിലേക്ക് ചുമ്മാ പോയി. ഇപ്പോൾ ബോട്ടിങ് ഇവിടെ എടുക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ബോട്ടൊക്കെ അവിടെ കെട്ടിയിട്ടേക്കുവാണ്. അവിടെ ആൾക്കാരെങ്ങനെ കണ്ടില്ല. അതായത് ഇത് കാണാവുന്ന ആൾക്കാരല്ലാണ്ട് ബോട്ട് ഓടിക്കുന്ന ആളെ ഒന്നും കണ്ടില്ല കേട്ടോ. കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇവിടെ നിറച്ചും കുരങ്ങന്മാരാണ്. ഇത് ഒരു ടൈപ്പ് ഒരു പക്ഷിയിട്ട സംഭവമായിരുന്നു. ബട്ട് ഇപ്പോൾ അവിടെ പക്ഷിയുള്ളൊരു സാധനവുമില്ല. ഫുൾ എംപ്റ്റി മൂഡിൽ കിടക്കുകയാണ്. ഒന്നുമില്ല. കുരങ്ങുണ്ട് കുറേ അവിടെ. സോറി, അതെൻ്റെ ചേട്ടനാണ്. കൊച്ച പിള്ളേർ ഇരുന്ന് ആടണ ഊഞ്ഞാല് വരെ കയറി ഞാൻ ആടി ഗൈസ്. എന്ത് രസമല്ലേ ഇതിലിരുന്നൊക്കെ ആടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അതിലും ആടി. അതല്ലാണ്ട് വേറൊരു ഊഞ്ഞാലിലൊക്കെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ആടി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ആരെങ്കിലും കണ്ടാൽ നിന്നെ അടിച്ചു വിടും. അതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ ഇതിൽ കൂടെ ഒക്കെ എന്തെങ്കിലും കാണാലോ എന്ന് ഓർത്ത് ഇങ്ങനെ നടപ്പായിരുന്നു എൻ്റെ പണി. ഗൈസ് കിടക്കണ പാമ്പാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിനകത്ത് ഒന്നും ഇല്ലാന്ന്, പക്ഷെ ഉണ്ട് പാമ്പ്. ദേ ഗൈസ്, ഇതൊരു പ്രത്യേക ടൈപ്പുള്ള ഒരു കോഴിയാണെന്നാണ് തോന്നുന്നത്. രാജവെമ്പാല. ഓ ശരിയാ, സീഹർ തല അവിടെ കിടപ്പുണ്ട്. ഇത് വേറെന്തോ ഒരു ഇതാണ്. റിഫ്ലക്ഷനാ. കിങ് കോബ്രയാണ് ഗൈസ്. ഇത് ഗോൾഡൻ ഫിഷാ. കിസ്സിങ് ഗൗരാമിയോ? കിസ്സിങ് ഗൗരാമി ഗൈസ്. ഗൗരാമി ഇത് സിൽവർ മറ്റേ പുളി ഫിഷ്.
ഇതിനകത്ത് ഫിഷൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഏത്? ചില്ലങ്കൂരി. നല്ല കേട്ട് പരിചയമുള്ളൊരു ഫീ. സത്യം നമ്മുടെ തോട്ടിലെ മീനൊക്കെ പിടിച്ചിട്ടിട്ട് വെറൈറ്റി ഫിഷാന്ന് പറഞ്ഞ് ഇത് മൂഴി ഇതെല്ലാം മൂഴി പിടിച്ചു. അത് രസമുണ്ടല്ലോ ചാ. പിന്നെ മയിലുണ്ടായിരുന്നു അവിടെ. അപ്പോൾ കുറച്ച് നേരം മയിലിനെയൊക്കെ നോക്കി അവിടെ ഇരുന്നു. പിന്നെ മീനിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള മീനുണ്ടായിരുന്നു, പല പേരുകളിലുള്ള മീനുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. സ്റ്റിക്കൊക്കെ ഇട്ട് വെച്ചേക്കണു. അപ്പം മീനൊക്കെ കണ്ടതിന് ശേഷം ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. കാരണം ഉച്ച സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു കടയിൽ കയറി ഒരു വെള്ളം വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പൊ നമ്മള് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അവര് പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇവിടെ മുന്നിലൂടെ ഒക്കെ പോയ പക്ഷീനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മൾ അതിൽ കൂടെ ഒന്ന് പോയി നോക്കാം പക്ഷീനെ കാണാൻ പറ്റുമോ ഇല്ലയോ. പോയി നോക്കാം ഗൈസ്. അറിയത്തില്ല, അവിടെ നമ്മളെ പൈസ ഒന്ന് പറ്റിച്ചു. ഇനി ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. സോ ഗൈസ്, ഇനി നമുക്കിത് ഇവിടെയാണ് പോവേണ്ടത്. ഇത് വന്നിട്ട് സലീമലി ബേർഡ്സ് ടെയിലോ പക്ഷി നിരീക്ഷണ സാലിം അലി പക്ഷി നിരീക്ഷണ പാത. അതെ ഗൈസ്, അങ്ങനെ നമ്മൾ പക്ഷി നിരീക്ഷണ പാതയുടെ ഉള്ളിലേക്ക് കിടന്നപ്പോഴത്തേക്കും ആ നല്ല മലയണ്ണാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ വീഡിയോയിൽ അത്ര ക്ലിയർ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ അയ്യോ, ഇത്ര നേരം കണ്ടായിരുന്നു ഗൈസ്, ഇപ്പൊ കാണാനില്ല. അങ്ങനെ തന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, എനിക്ക് ഭയങ്കര ധൈര്യമാണ്. അവിടെ അപ്പടി മുളയാണ്. അപ്പൊ ഈ കാറ്റടിക്കുമ്പോ ഈ സാധനം ഇങ്ങനെ ആടുമ്പോ ഒരു ഒടിഞ്ഞ ആടുകളുള്ളൂ. പിന്നെ ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടോ. ഇവിടെയൊക്കെ ഇടയ്ക്കുന്നൊരു കൈ ഒന്ന് പിടിച്ചോണ്ട് ഉള്ളിലേക്ക്. ഗൈസ്, അങ്ങനെ പക്ഷി പോയിട്ട് ഒരു സാധനം പോലും കണ്ടില്ല. പക്ഷീനെ കണ്ടില്ല എന്ന് പറയില്ല, നമ്മുടെ വീട്ടിൽ വരുന്ന ഇരട്ടവാലൻ അങ്ങനത്തെ പക്ഷിനൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് അങ്ങനെ ഇവർ പറയണത് ഞാൻ സത്യമായിട്ട് കണ്ടില്ല. അത് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അതിനെ കുറച്ച് ക്ഷമമാണെന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ നടന്നു. കാണുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. പൈസ ചെറുതായിട്ട് പോയിട്ടുണ്ട്, കാരണം പഴയ പോലത്തെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല തട്ടേക്കാടിൽ. നിങ്ങൾ വരുവാണെങ്കിൽ അത്ര കാണാനൊന്നും ഇല്ല. പിന്നെ ബോട്ടിങ് ഇപ്പോൾ ഉണ്ടോ, അവിടെ ആളുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾ പോയപ്പോൾ ആളിനൊന്നും കണ്ടില്ല. ഒരു പക്ഷിനെ കണ്ടു, അതിൻ്റെ പേരെന്തോ അച്ഛനെന്തോ ഓംപ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു, അറിയത്തില്ല. ഒരു പക്ഷിനെ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും എനിക്കറിയില്ല. എന്തായാലും രാവിലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മുറിഞ്ഞ സെറ്റപ്പായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്ത് തിരിച്ച് പോവാണ്. ഇവിടെ ഒന്നും കാണാനില്ല. സോ നമ്മൾ തിരിച്ച് പോവാണ്. സോ നിങ്ങളിനി വരാൻ താല്പര്യം ഉണ്ടെങ്കിലും എനിക്കറിയാം, നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, നമുക്ക് തിരിച്ച് പോവാം. പോണ വഴിയിലെന്തോ മീനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ മീനെയും കുറച്ച് കണ്ട് അവിടെ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലേക്ക് അങ്ങ് വിട്ടു. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇതിലും നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ വരാൻ പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് എല്ലാവർക്കും